നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ബജറ്റ് അവതരണത്തിന് ശേഷം ഇവിടൊന്നും കിട്ടിയില്ല എന്ന് നിലവിളിക്കുകയാണ് CPI മന്ത്രിമാർ. പ്രത്യേകിച്ച് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി GR അനിൽ. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സപ്ലൈകോ എന്ന കട കഴിഞ്ഞ 5-6 മാസങ്ങളായി കാലിയാണ്. ഉഴുന്നില്ല, പരിപ്പില്ല, പഞ്ചസാരയില്ല, എണ്ണയില്ല, വല്ലപ്പോഴും അരി കിട്ടിയാലായി. അവശ്യ സാധനങ്ങളുടെ സബ്സിഡി എടുത്തു കളഞ്ഞിട്ടും സാധാരണക്കാർ സപ്ലൈകോയെയാണ് ആശ്രയിച്ചു പോരുന്നത്. അല്പമെങ്കിലും ആശ്വാസം കിട്ടിയിരുന്ന ഒരിടം. ഇപ്പോഴോ സപ്ലൈകോ വിപണികളിലെ തട്ടുകൾ ശൂന്യമാണ്. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. അഷ്ടിക്ക് വകയില്ല സർക്കാരെ. BJP വക്താവ് ശ്രീ PR ശിവശങ്കർ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ MK ഹരിദാസ്, കോൺഗ്രസ് വക്താവ് പ്രൊഫസർ റോണി K ബേബി എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ഞാൻ ഈ സംവാദം ശ്രീ MK ഹരിദാസിൽ നിന്ന് ആരംഭിക്കുകയാണ്. ശ്രീ ഹരിദാസ്, ഏകദേശം 3000 കോടി രൂപയുടെ നഷ്ടത്തിലാണ് സപ്ലൈകോ ഓടുന്നത്. കിറ്റ് കൊടുത്ത വകയിലും വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വിപണിയിൽ ഇടപെട്ടതുകൊണ്ടുമാണ് സപ്ലൈകോയ്ക്ക് സഹസ്ര കോടികളുടെ നഷ്ടമുണ്ടായത്. ഇക്കൊല്ലം ധനമന്ത്രി കാര്യമായി എന്തെങ്കിലും വകയിരുത്തും എന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ കിട്ടിയത് വെറും 205 കോടി മാത്രം. അതൊന്നിനും ആവില്ല. ഈ സർക്കാരിന് സാധാരണക്കാർ തെണ്ടിത്തിരിഞ്ഞ് ജീവിച്ചാലും കുഴപ്പമില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ശ്രീ ഹരിദാസ്. 205 കോടി രൂപ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിപണിയിൽ ഇടപെടാനാണ്. അത് സപ്ലൈകോയ്ക്കുള്ള പൈസയായിട്ടല്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി തെറ്റാണെങ്കിൽ ഞാൻ അതിന് ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ അത് വിപണിയിൽ എങ്ങനെയാണ് ഇവർ ഇടപെടുക എന്നുള്ളത് മനസ്സിലാവുന്നില്ല. കാരണം എല്ലാ കാലത്തും ഇപ്പോൾ 2016 മുതൽ പിണറായി വിജയൻ അധികാരത്തിൽ കയറിയത് മുതൽക്ക് നമ്മൾ കാണുന്നൊരു കാഴ്ച എന്താ വെച്ച് കഴിഞ്ഞാൽ, വിപണി വിലയിൽ എന്ത് നടന്നാലും, വിപണിയിലൂടെ ജനങ്ങൾക്ക് എന്ത് വിധത്തിലുള്ള ബുദ്ധിമുട്ട് നേരിട്ടാലും അതിനെ ഗാലറിയിലിരുന്ന് കളി കാണുന്നൊരു കാഴ്ചക്കാരൻ്റെ ലാഘവത്തോട് കൂടിയിട്ട് ഈ സർക്കാർ കാണുന്ന ഒരു വളരെയധികം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അവർ ഗാലറിയിലിരുന്ന് കളി കാണുകയാണ്. വിപണിയിൽ എന്തോ ആയിക്കോട്ടെ. ഞാൻ അതിലേക്ക് വരുന്നതിനെക്കാട്ടിലും മുമ്പ് ശ്രീ അനിൽ നമ്പ്യാർ, എൻ്റെ വ്യക്തിപരമായിട്ട് എന്നെപ്പോലുള്ളവർ ചോദിക്കുന്നത്, കേന്ദ്രത്തിനൊരു ബഡ്ജറ്റ് വേണം. ഈ സംസ്ഥാനത്തിന് എന്തിനാണ് ഒരു ബഡ്ജറ്റ്? ഏത് ബഡ്ജറ്റിലാണ്? ഇപ്പോൾ 2023-24 ബഡ്ജറ്റ് അവതരിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഈ ചർച്ച. നമുക്ക് ഒരു 6 മാസം കഴിഞ്ഞിട്ട് 6 മാസം കൊണ്ട് ഈ ബഡ്ജറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കി, എന്തൊക്കെ നികുതി വരുമാനങ്ങളും നികുതിയേതര വരുമാനങ്ങളും ഈ സർക്കാർ കളക്ട് ചെയ്തു, അത് പ്രകാരമാണോ ഇവർ ഈ ബഡ്ജറ്റിൽ പറഞ്ഞ മാതിരിയാണോ ചെലവ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വട്ടപൂജ്യമായിരിക്കും നമുക്കതിൽ നിന്ന് കിട്ടുന്ന വിവരം. തീർച്ചയായിട്ടും അത് പേപ്പറിൽ, കടലാസിൽ ഒതുങ്ങുന്ന ഒരു വിവരശേഖരണം മാത്രമായിട്ട് അത് മാറുകയാണ്. എനിക്ക് ഉദാഹരണം പറയാനുണ്ട്. സാധാരണ നികുതിദായകൻ എന്ന നിലയ്ക്ക് തോമസ് ഐസക് 2010 ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള വളരെ വിഡ്ഢിത്തകരമായിട്ടുള്ള, അന്ന് തന്നെ ജനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മലമ്പുഴ ഡാമിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണ്, അതായത് നമ്മുടെ കൊച്ചിക്കാരുടെ ഭാഷയിൽ പറയുന്ന ചരല് ശേഖരിച്ച് വിൽപ്പന നടത്തുക വഴി 210 കോടി രൂപ സംസ്ഥാന ഖജനാവിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2010 കഴിഞ്ഞിട്ട് 2023 വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ 293 രൂപ ആ ഇനത്തിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ 293 കോടി രൂപയും, ക്ഷമിക്കണം, 210 293 കൃത്യമായിട്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, 200 കോടിക്ക് മേൽ ആ തുകയും സംസ്ഥാന സർക്കാരിൻ്റെ ആ വർഷത്തെ നികുതിയേതര വരുമാനമായിട്ട് കണക്ക് കൂട്ടിക്കൊണ്ടാണ് ഈ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പൈസ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വന്നിട്ടില്ല. ഇനി നമുക്കിപ്പോൾ നടപ്പ് സാമ്പത്തിക വർഷത്തെ കാര്യം എടുക്കുക. കഴിഞ്ഞ 22-23 ബഡ്ജറ്റിൽ ഈ കേരളീയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് 27 കോടി രൂപ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താത്തൊരു പൈസയാണ് 27 കോടി രൂപ നമ്മുടെ നികുതിപ്പണം ഇവർ ദൂർത്തടിച്ചിട്ട് തിരുവനന്തപുരത്ത് കുറേ ഇലുമിനേഷനും കുറേ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്ന വിൽക്കണ സ്റ്റാളുകളുമാക്കിയിട്ട് ഇവർ ചെലവഴിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചെലവഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ചെലവിനായിട്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രത്യേകിച്ച് ചെലവുകളൊന്നും നീക്കി വെച്ചതായിട്ട് ഞാൻ കഴിഞ്ഞ ബഡ്ജറ്റ് എടുത്ത് പരിശോധിച്ചപ്പോൾ കാണാനില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ആവശ്യത്തിനും അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കും അദ്ദേഹത്തിൻ്റെ ക്ലിഫ് ഹൗസ് നവീകരണത്തിനും അവിടെ ലിഫ്റ്റ് പിടിപ്പിക്കാനും അവിടെ പശുത്തൊഴുത്ത് പണിയാനും
അവിടെ വെള്ളത്തിൻ്റെ ടാങ്ക് പണിയാനും അവിടുത്തെ കക്കൂസ് പുതുക്കി പണിയാനും ഒക്കെ ആയിട്ട് ഏകദേശം ഒരു 2-2.5 കോടി രൂപ ചിലവാക്കിയിട്ടുണ്ട്. ഇത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണോ? അല്ല. പിന്നെ ഈ ബഡ്ജറ്റിൽ പറയുന്ന അടുത്ത കാര്യങ്ങൾ എന്താണ്? കടുകിനും ഉപ്പിനും വള്ളിച്ചെരുപ്പിനും വില കുറയും, സ്ലൈഡിനും മുടിയിൽ കുത്തുന്ന പിന്നുകൾക്കും വില കൂടും. ഏത് ഇവിടുത്തെ സാധാരണ നികുതിദായകരാണ് അനിൽ നമ്പ്യാർ ഇതൊക്കെ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഇവിടുത്തെ ബഡ്ജറ്റിനെ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന എത്ര സംസ്ഥാനത്ത്, നമ്മൾക്കിപ്പോൾ കേരളത്തിൻ്റെ കാര്യമാണ്, എത്ര കേരളീയരുണ്ട്? അപ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു സംഗതി അതിൻ്റെ ഭംഗിയോടുകൂടി നടത്തുന്നു എന്നതിനപ്പുറം സാധാരണക്കാരായ കേരളത്തിലെ ഒരു 35-40% ജനങ്ങൾക്ക് ഈ ബഡ്ജറ്റും ഈ ബഡ്ജറ്റ് പ്രഖ്യാപനവും സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപഹാസ്യമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ വൃത്തികെട്ട പരിപാടി ഇവരാദ്യമായിട്ട് അവസാനിപ്പിക്കണം. ഇന്ന് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഈ സംസ്ഥാനങ്ങളുടെ ബഡ്ജറ്റ്, കേന്ദ്രത്തിന് ബഡ്ജറ്റ് വേണം, കേന്ദ്രത്തിൻ്റെ വരുമാനത്തിനനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് എന്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു, രാജ്യത്ത് എന്ത് പുരോഗതി വരാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഫെഡറൽ സംവിധാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരമൊരു ചർച്ചയിലൂടെ കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്ന പ്രഹസനം നിർത്തണം. ഇനി കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ബഡ്ജറ്റിൻ്റെ കാര്യത്തിലേക്ക് വരെ ഈ സപ്ലൈകോയുമായി ബന്ധപ്പെട്ടിട്ട് ഈ 205 കോടി രൂപ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാ? വിപണിയിൽ ഇടപെടാൻ. ഈ സർക്കാർ ഇത്രയും കാലമായിട്ട് വിപണിയിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ബഡ്ജറ്റിൽ ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് ഇടതുമുന്നണി സർക്കാരിൻ്റെ തുടർ ഭരണവും അതിനു മുമ്പുള്ള ഭരണവും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഓരോ വിപണി ഇടപെടലിലും നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിഞ്ഞു പോകുമ്പോൾ കേരളത്തിൽ ജയ അരിയുടെ വില ഞാൻ വാങ്ങിയിരുന്നത് 36 രൂപയ്ക്കാണ്. ഈ മാസത്തെ എൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നത് ഏകദേശം 2-ാം തീയതി 3-ാം തീയതിയാണ്. ഞാനത് പോയി വാങ്ങിയപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത് 53 രൂപയാണ്. അപ്പോൾ എന്താണ് ഈ വിപണിയിൽ ഇവർ ഇടപെടുന്നു പറയുന്നത്? പിന്നെ രസകരമായൊരു സംഭവമുണ്ട്. സപ്ലൈകോയ്ക്ക് വേണ്ടിയിട്ട് 10 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. അതിനവർ പറയുന്ന വിശദീകരണം എന്താണ്? സപ്ലൈകോ സ്റ്റോറുകളുടെ നവീകരണം. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ കുറേ കസാലകളും കുറേ ബെഞ്ചുകളും വാങ്ങിയിടണം. കാരണം സപ്ലൈകോയുടെ 13 സബ്സിഡി സാധനങ്ങൾ അവിടെ ലഭ്യമല്ല എന്ന് കണ്ട് ജനങ്ങൾക്ക് തലതെരിപ്പ് വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ ബെഞ്ചുകളും കസാലകളും വാങ്ങിയിട്ട് കൊടുക്കാനായിരിക്കണം ഈ 10 കോടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1525 കോടി രൂപ സബ്സിഡി ഇനത്തിൽ കൊടുക്കാനുള്ള സർക്കാർ ഈ സപ്ലൈകോ എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഒരു 150 കോടി രൂപ കൊടുത്തിട്ട് ജനങ്ങൾക്കൊരു സന്ദേശം പകരുകയാണ്. ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ കൊടുക്കാം, സപ്ലൈകോയുടെ ഇന്നത്തെ അവസ്ഥ മാറ്റാം, കാലിയായ റാക്കുകളിൽ സാധനങ്ങൾ വരാനുള്ള ഒരു പദ്ധതി എന്ന നിലയ്ക്ക് ഞങ്ങളൊരു 150 കോടി രൂപ കൊടുക്കുന്നുണ്ട്. സപ്ലൈകോയുടെ ഒരൊറ്റ വിതരണക്കാരെ സാധനങ്ങൾ കൊടുക്കാൻ തയ്യാറാകാത്ത അവസ്ഥയിലാണ് ഈ റാക്ക് കാലിയായിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ക്യാപ്ഷൻ എന്താ? അഷ്ടിക്ക് വകയില്ല. അഷ്ടിക്ക് വകയില്ലാത്തവരാണ് കേരളത്തിലെ ജനങ്ങളെന്ന് തോന്നുന്നൊരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് ശ്രീ അനിൽ നമ്പ്യാർക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ഒരു അമ്മയുടെ പെൻഷൻ പണം കൊണ്ട് ഒരു മകള് ഒരു IT കമ്പനി ബാംഗ്ലൂർ പോയിട്ട് തുടങ്ങി എന്ന് വാശിയോടുകൂടി പറയുന്ന ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അഷ്ടിക്ക് വകയില്ലാത്തവരാണ് ജനങ്ങളെന്ന് എങ്ങനെയാ തോന്നുക? അതേ നാട്ടിലെ ഒരമ്മ മകൾക്ക് IT കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് പെൻഷൻ പണം കൊടുക്കുമ്പോൾ തന്നെ 1600 രൂപ പെൻഷൻ കിട്ടാണ്ട് മറിയക്കുട്ടിമാർ പിച്ചച്ചട്ടി എടുത്ത് തെണ്ടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് ചിന്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയാണോ കേരളം ഭരിക്കുന്നത്? അല്ല. അങ്ങനെ ഭരിക്കുമ്പോഴാണ് സപ്ലൈകോയ്ക്കും ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സപ്ലൈകോ എന്ന് തോന്നുമാറ് സപ്ലൈകോയ്ക്കും അതുപോലെ തന്നെ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് KSRTC എന്ന തോന്നൽ. അതിനെ കരകയറ്റാനുള്ള കാര്യങ്ങളൊക്കെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുക. അല്ലാതെ ഇത്തരത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്ര പ്രതീക്ഷിക്കുന്നു, ഞങ്ങൾ ഇത്ര ചെലവാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു ബഡ്ജറ്റ് അല്ല കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനി അതിദരിദ്രരെ ഒഴിവാക്കുമെന്നാണ് ഇവർ എല്ലാ കാലത്തും ഇപ്പോൾ കഴിഞ്ഞ 2-4 മാസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങൾ അതിദരിദ്രരെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 2ാം വാർഷികത്തിന് ഇവിടുത്തെ ഒട്ടുമിക്ക കവലകളിലും ഫ്ലക്സ് ബോർഡ് അടിച്ചു വെച്ചിരിക്കുന്നത് ദരിദ്ര കേരളം അല്ലാതാക്കി കേരളത്തെ സമ്പന്ന കേരളമാക്കി ഈ 7 കൊല്ലം കൊണ്ട് മാറ്റിയെടുത്തു എന്ന് പറയുന്നവർ തന്നെ ഇപ്പൊ പറയുന്നത് എന്താ? അതിദരിദ്രരെ ഞങ്ങൾ 2025 അവസാനത്തോടു കൂടി ഇല്ലാതെയാക്കും. അതിദരിദ്രരെ അപ്പോഴും കിടക്കുകയാണ് ഇവിടെ ദരിദ്രരായിട്ടുള്ള ഒരു വിഭാഗം. ഈ സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ഈ 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ ഒരു കർഷകന്റെ ശരാശരി പ്രതിദിന വരുമാനം 239 രൂപയാണ് എന്നതിൽ നിന്ന് അതൊരു 240 രൂപയാക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല.
ദേശീയ ശരാശരി 280 രൂപയാണെന്ന് പറയുമ്പോൾ 280 രൂപയാക്കണ്ട, ഈ 239 രൂപയിൽ നിന്ന് 1 രൂപ കൂട്ടാൻ സാധിക്കാത്ത ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ഞാനൊരു കേര കർഷകനാണ് അനിൽ നമ്പ്യാർ. എനിക്ക് ഗുരുവായൂർ എൻ്റെ തറവാട്ട് വക വീട്ടിലൊരു 60 സെൻറ്റ് ഭൂമിയിൽ തെങ്ങ് കൃഷിയുണ്ട്. ആ കൃഷിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന തേങ്ങ ഞാൻ അവിടെ വിൽക്കുന്നത് പ്രതിമാസം, കിട്ടുന്ന തേങ്ങ വിൽക്കുന്നത് ഒരു തേങ്ങയ്ക്ക് 9 രൂപ, പരമാവധി 10 രൂപയ്ക്കാണ് വിൽക്കുന്നത്. പക്ഷേ എറണാകുളത്ത് സ്ഥിരതാമസക്കാരനാക്കിയ ഞാൻ ഇവിടെ അതേ തേങ്ങ വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ പോകുമ്പോൾ ഞാൻ 22 രൂപയും 25 രൂപയും ഒരു തേങ്ങയ്ക്ക് കൊടുക്കേണ്ട അവസ്ഥയാണ്. പിന്നെ എന്താണ് ഇവർ ഈ പൊതുവിപണിയിൽ ഇടപെടുമെന്ന് പറയുന്നതിൻ്റെ എന്താണ് ഇവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. തൊടുപുഴയിലെ എൻ്റെ ഒരു സുഹൃത്ത് ഈ ചീനിമുളക് മാത്രം കൃഷി ചെയ്യുന്നൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് അത് കിലോവിന് കിട്ടുന്നത് 200 രൂപയാണ് കിലോയ്ക്ക് കിട്ടുന്നത് അവിടെ നിന്ന് പറിച്ചു കൊണ്ടുപോകുമ്പോൾ. ഈ സാധനം ലുലു മുതലാളിയുടെ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പം നാളെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു 890 രൂപ കിലോയ്ക്ക് എന്ന്. അപ്പോൾ ഇടനിലക്കാരെ, സാധാരണ കർഷകന്റെ ഇടയിൽ നിന്നിട്ടുള്ള ഇടനിലക്കാര്, സാധാരണ കർഷകരുടെ ഇടയിലും ഇത് വിപണിയിൽ എത്തിച്ച് വാങ്ങുന്നവരുടെ ഇടയിൽ നിൽക്കുന്ന ഇടനിലക്കാരുടെ ചൂഷണം തടയാൻ പോലും ഈ സർക്കാർ കേവലം കഥകളി കാണുന്ന നമ്പൂതിരിയെ പോലെ നോക്കി നിൽക്കുന്ന ഒരവസ്ഥയിലെ എന്ത് വിപണി ഇടപെടലിനാണ് ഇവർ ഈ 210 കോടിയോ 205 കോടിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? അപ്പൊ സാധാരണക്കാരായ ജനങ്ങളുടെ യാതൊരുവിധ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ജനങ്ങൾ അത്രയധികം ശ്രദ്ധയോടുകൂടി നോക്കിയിരുന്ന ഒരു 60% ജനങ്ങൾ, ഞാനൊരു 40% ജനങ്ങൾ ബഡ്ജറ്റ് എന്താണ് എന്നറിയാത്ത ഇവിടുത്തെ പാവപ്പെട്ടവരായിട്ടുള്ള ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ കാര്യമല്ല പറയുന്നത്. ഒരു 60% വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ പ്രതീക്ഷിച്ചിരുന്നു സപ്ലൈകോയെ കരകയറ്റാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അങ്ങേയറ്റം നിരാശാജനകമായ സാമ്പത്തിക അച്ചടക്കം ഒരു നിലയ്ക്കും പാലിക്കില്ലെന്ന് ഉറപ്പുള്ളൊരു സർക്കാരിന്റെ സാമ്പത്തിക അച്ചടക്കത്തിന്റെ ഒരുവിധ ലാഞ്ചന പോലും ഇല്ലാത്തൊരു ബഡ്ജറ്റാണിത്. ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ട് അനിൽ നമ്പ്യാരെ ഒരു മിനിറ്റും കൂടി എനിക്ക് തരണം. ഈ ബഡ്ജറ്റ് വരുന്നതെന്ന് വളരെ യാദൃശ്ചികമായിട്ടൊരു പൊളിറ്റിക്കൽ കോയിൻസിഡൻസ് നടന്നിട്ടുണ്ട്. അതായത് കേന്ദ്ര സർക്കാർ ഞങ്ങളെ, സംസ്ഥാന സർക്കാരിനെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾക്കൊരു 57,500 കോടി രൂപ ഒരു തരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തതിന് കേന്ദ്ര സർക്കാർ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. അതും ഈ ബഡ്ജറ്റിന്റെ ദിവസം തന്നെ പുറത്തു വന്നതൊരു യാദൃശ്ചികമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? സാമ്പത്തിക മാനേജ്മെന്റിൽ അങ്ങേയറ്റം പരാജയപ്പെട്ട ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ പ്രധാനിയാണ്, മുഖ്യമായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. മാത്രവുമല്ല, അതിനവർ കോട്ട് ചെയ്തിരിക്കുന്നത് 5 or 6 സർവേ ഫലങ്ങളാണ് ഈ അഫിഡവിറ്റിന്റെ കൂടെ തെളിവായിട്ട് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായമല്ല. അപ്പൊ സാമ്പത്തിക മാനേജ്മെന്റിനെ കുറിച്ചിട്ട് ABCD അറിയാത്ത ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയും സ്വന്തം കുടുംബത്തിൻ്റെയും സ്വന്തം താല്പര്യങ്ങളുടെയും പേരിൽ കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും കൂടി നമ്മുടെ ജനങ്ങളുടെ സാധാരണ ജീവിതം അങ്ങേയറ്റം ദുരിതക്കയമാക്കാവുന്ന നിലയ്ക്കുള്ള ഒരു ബഡ്ജറ്റിൽ നമുക്ക് സപ്ലൈകോയ്ക്ക് അവർ പൈസ നീക്കി വെക്കാത്തതിനെ കുറിച്ചിട്ട് അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, പ്രേക്ഷക പ്രതികരിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. നെയ്യാറ്റിൻകരയിൽ നിന്നും പ്രസന്നകുമാരി എന്നൊരു പ്രേക്ഷക അഭിപ്രായം പറയാൻ എത്തിയിട്ടുണ്ട്. പ്രസന്നകുമാരി, പറയാം. ഹലോ, പറഞ്ഞോളൂ, എന്താ പറയാനുള്ളത്? ഞാൻ പ്രതികരിക്കുന്നത്, നമ്മുടെ ഈ ഗവൺമെന്റിന് ഈ പാവങ്ങളുടെ ബുദ്ധിമുട്ട് അറിയേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ കുടുംബത്തിന്റെ അവരുടെ ഫാമിലിയിലെയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഇവിടെ കേരളത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അവര് കേന്ദ്രത്തിനെ പരിചാരിയാൽ മതിയല്ലോ. അവരതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളത്തിലൊരു പീഡനം നടന്നാലും കേന്ദ്രം ഇടപെടണം. എന്തിനാ അവര് മറ്റുള്ളവരുടെ പാവങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഇവര് മുന്നോട്ട് പോകുക. ഇല്ലെങ്കിൽ ഇവർക്ക് ഇറങ്ങിപ്പോയിക്കൂടെ? ഈ ഭരണം എന്ത് കാര്യത്തിന് ഈ ഭരണം ഇവരിങ്ങനെ നടത്തുന്നു, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. ഈ പാവങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഈ ഭരണം കൊണ്ടുപോകാൻ നടക്കത്തില്ല. അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അവർക്ക് അവരുടെ കുടുംബം, അവരുടെ ഫാമിലി, അവരുടെ വീണ വിജയന്റെ ഫാമിലി, അല്ലെങ്കിൽ അവരുടെ കുടുംബം, അല്ലേ ഈ ഭരണത്തിലിരിക്കുന്ന ആൾക്കാരുടെ കുടുംബം നന്നാകുക. പാവങ്ങളുടെ ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യവുമില്ല. എത്രമാത്രം ബുദ്ധിമുട്ടുന്നു. അല്ല, കേന്ദ്രത്തിനെ പരിചാരിച്ച് എന്താ കാര്യം? ഇവര് കാണിച്ചു കൂട്ടുന്ന വൃത്തികേടിനൊക്കെ എന്ത് കാര്യത്തിന്? കേന്ദ്രം എന്ത് ചെയ്യുന്നു? ഇത്രയും നല്ലൊരു ഭരണം കേന്ദ്രം എന്തിനവര് ഇങ്ങനെ കേന്ദ്രത്തിനെ പരിചാരുന്നേ? അതുകൊണ്ട് പാവങ്ങളുടെ ബുദ്ധിമുട്ട് അവര് മനസ്സിലാക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. യെസ് മാഡം, പ്രതികരിച്ചത് നന്ദി. ശ്രീ PR ശിവശങ്കർ, നോക്കൂ, ഈ പ്രയോറിറ്റി ഫിക്സ് ചെയ്യുന്നതിൽ ഈ സർക്കാർ പരാജയപ്പെട്ടില്ല അല്ലേ? ഇപ്പോൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്
ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഏകദേശം 3000 കോടി രൂപ അതിൻ്റെ കടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വകുപ്പുകൾക്ക് കൃത്യമായ വിഹിതം വകയിരുത്താതെ നേരത്തെ നമ്മുടെ ഹരിദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ക്ലിഫ് ഹൗസിൽ ലക്ഷങ്ങൾ എറിഞ്ഞ് കാലിത്തൊഴുത്ത്, അതുപോലെ അവിടെ ലിഫ്റ്റ്, നവകേരള സദസ്സ് സംഘടിപ്പിച്ച വകയിൽ ലക്ഷക്കണക്കിന് രൂപയാണ് TA DA ആയിട്ട് നമ്മുടെ മന്ത്രിമാർ എഴുതിയെടുത്തത്. കേരളീയത്തിന് 100 കോടി രൂപയാണ് നീക്കിവെച്ചതെന്ന് തോന്നുന്നു. മാത്രമല്ല മറൈൻ ഡ്രൈവിൽ 2150 കോടി രൂപയുടെ വാണിജ്യ പാർപ്പിട സമുച്ചയം. നോക്കൂ, ഇവർക്ക് സാധാരണക്കാർ ഒരു വിഷയമേ അല്ല. ഈ അന്യവൽക്കരിക്കപ്പെട്ടവരുടെ അതുപോലെ പാവപ്പെട്ടവരുടെ ഒക്കെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന CPM-ന് ഇപ്പോൾ അതിദാരിദ്ര്യം മാറ്റും 2025 എന്ന് ഉള്ള ഉറപ്പ് തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടാനല്ലേ ഇവരുടെ ഭരണം കൊണ്ട് ഉപകരിക്കൂ. ശ്രീ ശിവശങ്കർ, അവര് അതിദാരിദ്ര്യം മാറ്റുമെന്ന് പറയുമ്പോൾ അവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ സെക്രട്ടറിമാരുടെ ദാരിദ്ര്യം മാറ്റും, അല്ലെങ്കിൽ പാർട്ടി നേതാക്കളുടെ ഭാര്യമാരുടെയും മക്കളുടെയും ദാരിദ്ര്യം മാറ്റുമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിലോ ശരിയായില്ല. അപ്പൊ അതിദാരിദ്ര്യം മാറുമെന്നതിൽ നമ്മൾ തർക്കിക്കുന്നതിന് ശരിയല്ല. എനിക്ക് തോന്നി ഹരിദാസും ഈ പറയുന്ന അനിൽ നമ്പ്യാരുമെല്ലാം ബഡ്ജറ്റ് ഒന്നും കൂടി തറമായി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോ അനിൽ നമ്പ്യാർ പറഞ്ഞ കാര്യം 156ാമത്തെ പോയിന്റാണ് NBCC. ഈ ഞാൻ വായിക്കാതെ കൊച്ചിൻ മറൈൻ ഡ്രൈവില് ഭവന നിർമ്മാണ ബോർഡ് നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡുമായി ചേർന്ന് 3,59,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വാണിജ്യ സമുച്ചയവും 35,24,337 ചതുരശ്ര അടി വിസ്തീർണമുള്ള റെസിഡൻഷ്യൽ കോംപ്ലക്സും പരിസ്ഥിതി സൗഹൃദ പാർക്കുകളും 19,42,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പാർക്കിംഗ് സൗകര്യവും ഉൾപ്പെടുത്തി 2,150 കോടി രൂപ ചെലവിൽ അന്താരാഷ്ട്ര വാണിജ്യ ഭവന സമുച്ചയം നിർമ്മിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ആര് നിർമ്മിക്കും? നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ, NBCC. ആരുടേതാണ് NBCC? കേന്ദ്ര സർക്കാരിന്റെ. ഇത് പറഞ്ഞു വരുമ്പോ പെട്ടെന്ന് എന്താ സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്നതായിരിക്കും. അതായത് അവിടെ സ്ഥലം നികത്തിയതുണ്ട്, ഞങ്ങളത് NBCC-ക്ക് കൊടുക്കും, അവരുണ്ടാക്കും, അവര് വിൽക്കും. ഇതാണ് പറഞ്ഞു വരുന്നത്. ഇത്തരത്തില് ഈ ബഡ്ജറ്റിൽ ഓരോ കാര്യങ്ങൾ വായിച്ചാലും ഒരുപാട് ഇത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്, തട്ടിപ്പ്, ജനങ്ങളെ പറ്റിക്കുവാൻ. നേരത്തെ ഹരിദാസ് പറഞ്ഞതുപോലെ സാധാരണ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. പക്ഷേ നമ്മൾ വളരെ ഓരോ പോയിന്റ് എടുത്ത് വായിച്ചാൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മേൽ ഒന്നും ചെയ്യാൻ ഒരു താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് സാമ്പത്തിക പരാധീനതകൾ ഒന്നും വരാത്ത കുറെ കാര്യങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയാം. പോയിന്റ് നമ്പർ 147 അതിൽ പറയുന്നത് 133 കോടി PMAY അർബനിൽ പ്രതീക്ഷിക്കുന്നു. 131 കോടി സംസ്ഥാന സർക്കാർ നൽകും. അപ്പോൾ 399 കോടി, ഏതാണ്ട് 400 കോടി കേന്ദ്ര സർക്കാരിനും പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് പ്രൈം മിനിസ്റ്റർ അർബൻ യോസ്കാർ യോജന അത് സൃഷ്ടിക്കാൻ പോകുന്നത്. അതായത് കേന്ദ്ര സർക്കാർ തരില്ല എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്ട് 3 ഇരട്ടിയോളം കേന്ദ്ര സർക്കാരിന് പ്രതീക്ഷിച്ചു കൊണ്ടിട്ടുള്ള വികസന പദ്ധതികളാണ് ഓരോ കാര്യത്തിലും ഈ പോയിന്റ് നമ്പർ 147 പറയുന്നത്. ഞാൻ അതവിടെ വെച്ച് നിർത്തുന്നു. 2, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംസ്ഥാന സർക്കാർ പൊതുവിപണിയിൽ ഇടപെടാൻ മാത്രമല്ല നിത്യനിദാന ചെലവിന് പോലും നമ്പ്യാരുടെ ഭാഷ പറഞ്ഞാൽ അഷ്ടിക്ക് വകയില്ലാത്ത ഒരു സർക്കാരായി മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഈ സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിന്റെ നമുക്കറിയാം 88%, ചില കണക്കുകൾ 90% എന്ന് പറയുന്നുണ്ട്, ശമ്പളവും പെൻഷനും അതുപോലെയുള്ള സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ പെൻഷൻ, ശമ്പളം, ഇൻട്രസ്റ്റ്, ഇത് 3 വേണ്ടി പോകുന്നു. ബാക്കി ഏതാണ്ട് 10% എങ്ങനെ കാപെക്സ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും, അത് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യും, അത് നേരത്തെ ഹരിദാസ് പറഞ്ഞതുപോലെ അവിടെ മന്ത്രിമാർക്കുള്ള ചെലവുകളായും മറ്റുള്ളവയും പോകുന്നു. അപ്പോ ഇവിടെ ഈ പറയുന്ന 90% എങ്ങനെയാണോ ചെലവാക്കുന്നത് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ടുള്ള ശമ്പളവും പെൻഷനുമായിട്ട് പോകുന്നു. ഇത് ആരാണ് ഈ ശമ്പളം മേടിക്കുന്നത്? അതിൽ 80% ഇവിടത്തെ സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥര് CPM അഫിലിയേറ്റഡ് ഓർഗനൈസേഷനാണ്. അവിടെ നിന്ന് ലെവി പോകുന്നു. അപ്പൊ സത്യത്തില് കേരളത്തിലെ വരുമാനത്തിന്റെ 80% ലഭിക്കുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് 50%, അതായത് ഏറ്റവും കൂടുതൽ ഭാഗം ലെവിയായി സംസ്ഥാന സർക്കാരിലേക്ക്, സംസ്ഥാനത്തെ AKG സെന്ററിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോ ഇത് കൊള്ളയടിക്കുന്നത്, നേരത്തെ
ബാങ്കുകൾ നേരിട്ട് കൊള്ളയടിച്ചതുപോലെ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ ഖജനാവ് കൊള്ളയടിച്ചുകൊണ്ട് കേരളത്തിൽ ഏതാണ്ട് 1.5 ലക്ഷത്തോളം ഫുൾ ടൈമേഴ്സ് ആണ് CPM വേണ്ടി വർക്ക് ചെയ്യുന്നത്. അവരുടെ ശമ്പളം, അവരുടെ തീനും കുടിയും, അവരുടെ യാത്രാ ചെലവ്, ഇത്തരത്തില് സംസ്ഥാനത്തെ CPM നിലനിർത്തുവാൻ വേണ്ടിയിട്ട് ടാക്സ് അടയ്ക്കേണ്ടി വരുന്ന ഗതികേടിലാണ് സംസ്ഥാനത്തെ ടാക്സ് പേയേഴ്സ് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഈ കളി അവസാനിപ്പിക്കണമെങ്കിൽ ജനങ്ങൾ നിശ്ചയിക്കണം. ഇത് ഈ 5 വർഷം കൂടുമ്പോൾ നിരന്തരമായി സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ട് എന്നിട്ട് അവർക്ക് ശമ്പളം കിട്ടുന്നില്ല, DA കിട്ടുന്നില്ല, കുറ്റം കിട്ടുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. അവരുടേതായ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, ഞാൻ അവരെ കുറ്റം പറയല്ല. പക്ഷെ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് CPM കൊള്ളയടിക്കുന്നു. ഈ NGO യൂണിയനും അടക്കമുള്ള സാധനങ്ങൾ കൊള്ളയടിക്കപ്പെടുകയാണ്. സംസ്ഥാനത്തെ ഖജനാവ് നേരിട്ടല്ലാണ്ട് പുറകിലൂടെ കൊള്ളയടിക്കുന്നു സംസ്ഥാനത്തെ CPM. അങ്ങനെയാണ് AKG സെന്റർ. നമുക്കറിയാം, ഞങ്ങളെ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് പിണറായിയിലൂടെ അമിത്ഷായൊക്കെ കൂടെ നടത്തിയ ശ്രീ കുമ്മനം രാജശേഖരൻ നടത്തിയ ഒരു യാത്ര ഉണ്ടായിരുന്നു. അന്നെല്ലാം ധർമ്മടത്തും പിണറായിയും നടക്കുമ്പോൾ പെയിന്റ് അടിച്ച ഏക ഒരു ഓഫീസോ അല്ലെങ്കിൽ കെട്ടിടമോ ഉള്ളത് CPM ഓഫീസാണ്. വേറെ ഒരൊറ്റ ഓഫീസും കെട്ടിടങ്ങളും പെയിന്റ് അടിച്ചിട്ടില്ല. പെയിന്റ് അടിച്ചൊരു കെട്ടിടം കണ്ടാൽ CPM CPIയുടെയോ ഓഫീസായിരിക്കും, ഒരു സംശയവുമില്ല. ബാക്കിയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മണ്ഡലങ്ങൾ വരെ. ഇതാണ് സ്ഥിതി. അപ്പൊ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ജില്ലാ കേന്ദ്രങ്ങളും ബൂത്ത് കേന്ദ്രങ്ങൾ വരെ CPM ഓഫീസുകൾ തടിച്ചു കൊടുക്കുന്നു ഈ സംസ്ഥാനത്തെ ബജറ്റ് വഴി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2, ഹരിദാസ് മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിച്ചു. ഇവിടെ കഴിഞ്ഞ കുറെ നാളുകളായി ബഡ്ജറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ പഠിക്കേണ്ടതാണ്. ജനങ്ങൾ പഠിച്ചില്ലെങ്കിൽ ജനങ്ങൾക്ക് പഠിക്കേണ്ടി വരും. കാരണം ചരിത്രത്തിൽ നിന്ന് നാം പഠിക്കുന്ന ഒരേ ഒരു കാര്യം, ചരിത്രത്തിൽ നിന്ന് നാം ഒന്നും പഠിക്കുന്നില്ല എന്നതാണെന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ ബഡ്ജറ്റിൽ നിന്ന് നാം പഠിക്കേണ്ട കാര്യം നമ്മൾ മുൻ ബഡ്ജറ്റിനെ കുറിച്ച് പഠിക്കണമെന്നുള്ളതാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. കഴിഞ്ഞ ബഡ്ജറ്റ് കാലഘട്ടത്തിലും അതിനുശേഷവും സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. 15 ഇന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില വെച്ചുകൊണ്ട് ഞങ്ങൾ മേടിക്കും. കപ്പയും നേന്ത്രക്കായും വഴുതനങ്ങയും തക്കാളിയും എല്ലാം ഞങ്ങൾ 15 എണ്ണമിട്ട് അതിന്റെ ഭക്ഷ്യ സുരക്ഷയും അതുപോലെ കർഷകരുടെ സുരക്ഷയും ഉൾപ്പെടുത്തിക്കൊണ്ട് താങ്ങുവില വെച്ചുകൊണ്ട് ചെയ്യുമെന്ന് പറഞ്ഞ സർക്കാരാണ്. 1 കിലോ നേന്ത്രപ്പഴം, 1 കിലോ ഏത്തക്കായ ഈ സംസ്ഥാന സർക്കാർ വാങ്ങിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും കേൾക്കാമോ? ആ കപ്പയോ തക്കാളിയോ പടവലങ്ങയോ എന്തെങ്കിലും സംസ്ഥാനത്തെ കാർഷിക വില തകർത്ത് കളഞ്ഞില്ലേ? എന്നിട്ട് ഈ 15 രൂപയ്ക്ക് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ 20 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഏത്തപ്പഴവും 12 രൂപ വാങ്ങിക്കുന്ന അന്ന് പറഞ്ഞ കപ്പയും എല്ലാം എന്തുകൊണ്ടാണ് സപ്ലൈകോയിലേക്ക് വരാഞ്ഞത് അങ്ങനെയാണെങ്കിൽ? അപ്പോ ഇത്തരത്തിൽ സമ്പാദിച്ചു കഴിഞ്ഞാൽ കർഷകരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുളക് 200 രൂപയ്ക്ക് വാങ്ങിക്കുകയും മാളില് അത് 1000 രൂപയ്ക്ക് വരുകയും ചെയ്യുമ്പോൾ ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് സപ്ലൈകോയിലേക്ക് ഇത് എത്തിക്കാമായിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ അന്ന് എത്തിച്ചില്ല. മറ്റുള്ള പലതിനും പണമുണ്ടായിട്ടും, നവകേരളത്തിനും മറ്റുള്ളതിനും പണമുണ്ടായിട്ടും ഇത്തരത്തിലുള്ള കർഷകരെ സംരക്ഷിക്കുകയോ സപ്ലൈകോനെ സംരക്ഷിക്കുകയോ ചെയ്യുന്ന പദ്ധതികൾ ഒന്നും നടപ്പാക്കിയില്ല. അത്തരത്തിൽ അവർ പ്രഖ്യാപിച്ച പദ്ധതികൾ വരെ തകർത്തു കളഞ്ഞു. എന്നിട്ട് ചാനൽ ചർച്ചയിൽ പറഞ്ഞു 500 കാര്യവും നടത്തിയ സർക്കാർ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് മേടിച്ചപ്പോൾ ജനങ്ങൾ തന്നെയാണ് കുറ്റവാളികൾ. ജനങ്ങൾ ഇത് മനസ്സിലാക്കണമായിരുന്നു. ജനങ്ങൾ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞപ്പോൾ അവരെ വിശ്വസിച്ചപ്പോൾ ഇത്തരത്തിൽ കർഷകരെ തകർക്കുന്ന ഒരു സർക്കാരായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാതെ വയ്യ. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് സംസ്ഥാനത്തെ ഒരു കൂട്ടം രാഷ്ട്രീയക്കാരുടെയോ ഇടതുപക്ഷക്കാരുടെ കാര്യം മാത്രമല്ല. നമുക്കറിയാം, ഇന്നും ഇന്നലെയുമായി നമ്മൾ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഏത്തക്കുല നട്ട കർഷകന്റെ ആ ഏത്തക്കുല ഒരിക്കലും വരാത്ത ഒരു ഇലക്ട്രിസിറ്റിയുടെ ലൈനുമ തൊട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അത് മുഴുവൻ ജോലിക്കാർ കട്ട് ചെയ്ത് കളയുന്നു. അത് ഇലക്ട്രിസിറ്റി മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ പറഞ്ഞിട്ടല്ലല്ലോ. അപ്പൊ കേരളത്തിലെ കർഷകരെ തകർക്കുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥ, അല്ലെങ്കിൽ കർഷകൻ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഇല്ലാത്ത കറണ്ടിലൂടെ ജന്മത്ത് കമ്പിയിലൂടെ പോകാത്ത ഇലക്ട്രിസിറ്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് എങ്ങനെയാണോ ഒരു കർഷകനെ ദ്രോഹിച്ചത്, ആ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥരെ എങ്ങനെയാണോ സീനിയർ ഉദ്യോഗസ്ഥർ രക്ഷിക്കുന്നത്, അവരെ എങ്ങനെയാണോ രാഷ്ട്രീയക്കാർ രക്ഷിക്കുന്നത്, ഇതുപോലെ തന്നെയാണ് നിരന്തരമായി കർഷകർക്കെതിരെയും അതുപോലെ തന്നെ കർഷക തൊഴിലാളികൾക്കെതിരെയും ഇവിടുത്തെ പൊതുജനങ്ങളുടെ പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഇതൊരു ആറ്റിറ്റ്യൂഡാണ്, ഇതൊരു ലെഫ്റ്റിസ്റ്റ് ആറ്റിറ്റ്യൂഡാണ്. ഇത് തകർക്കപ്പെടണം. ഇത്തരത്തിലുള്ള ആളുകളെ ഒറ്റപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഈ ആശയങ്ങൾ, അതായത് ദരിദ്രരെ സഹായിക്കുവാനായി എന്ന് പറയുന്നതുകൊണ്ട് ഇടതുപക്ഷമോ അല്ലെങ്കിൽ കമ്മ്യൂണിസമോ ഈ ബഡ്ജറ്റിൽ ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ സമയം കിട്ടുമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.
അപ്പൊ ഈ ഇടതുപക്ഷ ആശയമെന്നോ കമ്മ്യൂണിസ്റ്റ് ആശയമെന്നോ പറഞ്ഞുകൊണ്ട് ഇവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തുവാനും കർഷകരെയും സാധാരണ അതിദരിദ്രരെയും തകർക്കുവാനും അവർക്ക് പെൻഷൻ പോലുമുള്ള പണം പോലും അടിച്ചു മാറ്റുന്നത്. ഇപ്പൊ അറിയാം, ഈ പുതിയ മന്ത്രിമാർ വന്നപ്പോൾ അവർക്ക് പുതിയ സെക്രട്ടറിമാരെ വെച്ചുകൊണ്ട് ആ സെക്രട്ടറിമാർക്ക് ഇപ്പൊ അടുത്ത 2.5 വർഷം കഴിയുമ്പോൾ പെൻഷൻ കിട്ടും. ഞാൻ മനസ്സിലാക്കുന്നത് ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ 2 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ പ്രൈവറ്റ് സെക്രട്ടറി വരെ മാറ്റി പുതിയ ആൾക്കാരെ വെച്ചു. കാരണം അവർക്കിപ്പോ പെൻഷൻ കിട്ടും, പഴയ സെക്രട്ടറിമാർക്ക്. ഇത്തരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പുതിയൊരു സർക്കാർ വരുമ്പോൾ ഇതിനു മുൻപുള്ള എല്ലാ മന്ത്രിമാരുടെയും സെക്രട്ടറിമാരുടെ പെൻഷൻ അടക്കം നിർത്തിക്കൊണ്ട് മന്ത്രിമാർക്കും MLA-മാർക്കുള്ള പെൻഷൻ നിർത്തി ഇവിടുത്തെ വികലാംഗർക്കും SC/ST-ക്കാർക്കുള്ള പെൻഷൻ കൊടുത്തതിന് ബാലൻസ് സർപ്ലസ് ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രം ഇവർക്ക് ശമ്പളവും പെൻഷനും നൽകുമെന്നുള്ള ഒരു നയവും കൂടി വെക്കുന്ന ഒരു പരിപാടി വരണം. ഒരു തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക വരണം. അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പത്രികകളെ പിന്തുണയ്ക്കുവാനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഹരിദാസിനെ പോലുള്ള സ്വതന്ത്ര ചിന്തകരും മാധ്യമങ്ങളും തയ്യാറായാൽ മാത്രമേ കേരളത്തിന്റെ സാമ്പത്തികാവസ്ഥയിൽ നിന്ന് ഈ ദാരിദ്ര്യ ഈ കുഴപ്പത്തിൽ നിന്നെല്ലാം രക്ഷപ്പെടുകയുള്ളൂ. അല്ലാണ്ട് ഇതിന് ഒരു ഒറ്റമൂലിയോ അല്ലെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഇതൊന്നും മാറ്റിമറിക്കുവാനുള്ള യാതൊരുവിധ ക്യാപ്സൂളും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് സംസ്ഥാനത്തിലെ ജനങ്ങൾ നിശ്ചയിക്കുകയും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന രാഷ്ട്രീയക്കാരെ സാമ്പത്തികമായ ഒരു മാന്ത്രിക വിദ്യയിലൂടെ ജനങ്ങളെ രക്ഷിക്കാമെന്ന് വിശ്വസിക്കുന്ന മന്ദബുദ്ധികളായ ചില സാമ്പത്തിക വിദഗ്ധരെയോ മാറ്റി നിർത്തി കൃത്യമായ ഒരു ബോധം ജനങ്ങളിൽ ഉണ്ടാക്കുവാൻ ജനൻ TV എല്ലാം ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും. കോഴിക്കോട് നിന്ന് ഷാജി കൃഷ്ണൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. ഷാജി, എന്താ പറയാനുള്ളത്? സാർ നമസ്കാരം. നമസ്കാരം. ഞാൻ വളരെ കാലമായിട്ട് ജനൻ TV കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നമ്മുടെ സബ്ജക്ട് ഇന്ന് ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ കൂടി ഞാൻ സാറിനോട് മിനിമം രീതിയിൽ ഒരു കാര്യം പറയാം. കേരളത്തിൽ ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഇവിടെ ഒരു മാഫിയ ഭരണമാണ് നടക്കുന്നത്. അതിന്റെ ഒരു രക്തസാക്ഷി കൂടിയാണ് ഞാൻ. വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്വകാര്യമായ ജീവിതത്തിൽ പോലും ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നും ഈ സമൂഹത്തിൽ ജനങ്ങൾ എന്ത് ഭക്ഷിക്കണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും ആരൊക്കെ ജീവിക്കണമെന്നും എവിടെ ജീവിക്കണമെന്നും ആരൊക്കെ ജീവിക്കണ്ട എന്നും വ്യക്തമായ രീതിയിൽ ഒരു പ്രീ പ്ലാനോട് കൂടി കുറച്ച് ആളുകൾ ഒരു മാഫിയ സംസ്കാരത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് ഇന്ന് കേരളത്തിന്റെ ഈ ഭരണ സംവിധാനം എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് ഒരു ഹിന്ദു ആണെങ്കിൽ, ഞാനിപ്പം വർഗീയത പറയുകയാണെന്ന് സാർ തെറ്റിദ്ധരിക്കരുത്, പ്രത്യേകിച്ച് ഒരു ഹിന്ദു ആണെങ്കിൽ ഹിന്ദുവിന്റെ ഒരു ഐഡന്റിറ്റി പബ്ലിക്കായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു തരത്തിലും സമൂഹത്തിൽ അവന് തലയോർത്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ളത്. അവനെ തകർത്ത് കളയാനുള്ളതായിരിക്കുന്ന പലതരത്തിലുള്ള അടവുകൾ, 18 അടവുകൾ തകർത്ത് കളയുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായ പ്രശ്നങ്ങൾ, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് പണ്ട് കാലത്ത്. ഇന്ന് ഞാൻ ആ സംസ്കാരം ഉൾക്കൊള്ളുന്നില്ല. അതിന് കാരണം എന്റെ അച്ഛനൊക്കെ പ്രവർത്തിക്കുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് സംസ്കാരം ഈ സമൂഹത്തിൽ ഏറ്റവും പാവപ്പെട്ടവരുണ്ടായിരുന്നായിരിക്കുന്ന പ്രിവിലേജ് അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഭീകരവാദികള്, അതുപോലെ തട്ടിപ്പുകാര്, അതുപോലെ അങ്ങനെയുള്ള എല്ലാ അധർമ്മങ്ങളെയും എല്ലാ നന്മകളെയും തകർത്തുകൊണ്ട് എല്ലാ അധർമ്മങ്ങളെയും ഈ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്തുള്ളത്. ഈ സംസ്ഥാനം രക്ഷപ്പെടണമെങ്കിൽ ഇപ്പോ ഇന്ന് നമ്മുടെ കേരള സംസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭരണ സംവിധാനം എന്നേക്കുമായി എടുക്കപ്പെട്ടു പോയില്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ ജീവിക്കാൻ പ്രയാസമാണ്. ഭാവി തലമുറ, ഇനി ഈ പുതിയ ജനറേഷൻ ഉണ്ടല്ലോ, ഈ പുതിയ ജനറേഷന് ഒരു പ്രതീക്ഷയില്ലാതെ അവർ നാട് കടന്നും കടൽ കടന്നും മറ്റു സംസ്ഥാനങ്ങളിൽ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന്റെ കാര്യം ഇവിടെ യാതൊരു പ്രതീക്ഷയില്ലാത്തതുകൊണ്ടാണ്. യാതൊരു പ്ലാനിങ്ങും ഇല്ലാത്ത, യാതൊരു വിവരവും ഇല്ലാത്ത, യാതൊരു ഒരു എന്താ പറയാ പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ ഒന്നും തന്നെ പേറാത്ത ഒരു മാഫിയ സംസ്കാരമാണ്, മാഫിയ ഭരണമാണ് നടക്കുന്നത്. സാർ, ഇത് ഈ ബഡ്ജറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല സംസ്കാരത്തിന്റെ കാര്യത്തിലും എല്ലാം തന്നെ സാധാരണക്കാർ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ അഭിപ്രായത്തിലൂടെ പ്രകടിപ്പിക്കുകയാണ്. വ്യക്തിപരമായിട്ട് ഞാൻ സാറിനോട് പറയാം, വ്യക്തിപരമായിട്ട് ഭിന്നശേഷിയുള്ള എന്റെ മകൾക്ക് വേണ്ടി പാസ്സായ ഒരു റോഡ്, ആ റോഡ് അട്ടിമറിച്ച് അതിന് പലതരത്തിലുള്ള തന്ത്രങ്ങൾ ഞാൻ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല. അത് കോഴിക്കോട് ജില്ലാ കളക്ടർ നടപടി 2 പ്രാവശ്യം പരാതി കൊടുത്തിരുന്നു, അത് നടപടി ഉണ്ടായിട്ടില്ല. അതുപോലെ പഞ്ചായത്തിൽ നടപടി കൊടുത്തിരുന്നു, നടപടി ഉണ്ടായിട്ടില്ല. എന്റെ ഞാൻ വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞൊരു വ്യക്തിയാണ്. എന്റെ കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി ഒരു ജ്യോത്സ്യനായ എനിക്ക് ആ തൊഴിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉള്ളത് കൊണ്ട് ഒരു ഓട്ടോറിക്ഷ വാങ്ങി ഓടിക്കാം എന്ന് വെച്ചപ്പോൾ
ആ ഓട്ടോറിക്ഷ പോകുന്ന 10-12 വർഷമായി ഓട്ടോറിക്ഷ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന എന്റെ റോഡ് ഈ ഭിന്നശേഷി വിഭാഗത്തിൽ എന്റെ മൂത്ത മോള് ഭിന്നശേഷിയുള്ള കുട്ടിയാണ്. അവർക്ക് വേണ്ടി പാസ്സായ റോഡ് വരെ അട്ടിമറിച്ച് ഇങ്ങനെ അത്യാവശ്യ സാമൂഹ്യ ബോധവും നിയമം എന്നെ പോലും ഇങ്ങനെ തകർത്ത് കളയുന്ന രീതിയിൽ ഇവിടെ ഈ തരത്തിലുള്ള സംവിധാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരു വിവരമില്ലാത്ത സമൂഹത്തിലെ പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട അവരുടെ പ്രശ്നങ്ങൾ പറയാൻ പറ്റാത്തതായിരിക്കുന്ന ആളുകൾ എത്രയുണ്ട്. അവരൊക്കെയും വളരെ ദുഃഖത്തിലാണ്. ഈ ഭരണം ഇവിടുന്ന് മാറിയേ പറ്റൂ, ഈ സംസ്ഥാനം ഇവിടുന്ന് മാറിയേ പറ്റൂ. ഷാജി എന്തായാലും മാറ്റം ഉണ്ടാകും, മാറ്റം വരും, മാറ്റം അനിവാര്യമാണല്ലോ. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഈ വിഷയത്തിൽ ഊന്നി നിങ്ങളുടെ അഭിപ്രായം വളരെ ചുരുക്കി രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രൊഫസർ റോണി, പീപ്പിൾ ആർ ഫെഡ് അപ്പ്. ഇന്ന് ജനം തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് പ്രധാനപ്പെട്ട ബ്യൂറോയിലുള്ള റിപ്പോർട്ടർമാരെല്ലാം ഈ വിഷയത്തിൽ ജനങ്ങളുടെ, സാധാരണക്കാരുടെ പ്രതികരണം എടുത്തു. എല്ലാവരുടെയും പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വെറുതെ പറഞ്ഞല്ല, ഈ സപ്ലൈകോ വിപണികളിലെ തട്ടുകളെല്ലാം ശൂന്യമായിരിക്കുകയാണ്. അവശ്യ സാധനങ്ങൾ പോലും അവർക്ക് ലഭിക്കുന്നില്ല. ഈ വിലക്കയറ്റം വരുമ്പോൾ സാധാരണക്കാർക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകുന്നത് ഈ സപ്ലൈകോ മവേലി സ്റ്റോറുകളൊക്കെയാണ്. പക്ഷേ അതൊക്കെ ഒരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു. ഭക്ഷ്യമന്ത്രി പോലും നിലവിളിക്കുകയാണ്, വിലപിക്കുകയാണ്. അദ്ദേഹം കേന്ദ്രത്തിലേക്ക് പോയിരിക്കുക. ഇന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനെ കണ്ട് ചർച്ച നടത്തിയിരിക്കുക. ഇതാണ് കേരളത്തിലെ അവസ്ഥ. എങ്ങനെ പരിഹാരം കാണും? പ്രിയപ്പെട്ട അനിൽ, ഞാൻ ഈ ചർച്ചകള് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ജനം ടി വിയിൽ ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ച, എന്റെ ചിന്തകള് എങ്ങോട്ടൊക്കെയോ അങ്ങ് മാറി മാറി പോകുന്നു. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് OV വിജയന്റെ ഒരു സിന്ദൂരപ്പൊട്ടിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്ന പുസ്തകത്തിലെ ഏതാനും വരികളാണ്. കേരളത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത ആ സുന്ദര സായാഹ്നത്തെ അനുസ്മരിച്ചുകൊണ്ട് അന്ന് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് നടത്തിയ പ്രസംഗത്തെ ഓർമ്മിച്ചുകൊണ്ട് OV വിജയന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുകയാണ്, കേരളത്തിലെ ലക്ഷക്കണക്കിന് പാവപ്പെട്ടവന്റെ കുടിലിലേക്ക് സ്വാതന്ത്ര്യത്തിന്റെ ആ സൂര്യൻ ഉദിച്ച് ഉയർന്നിരിക്കുന്നു. ചാമിയുടെയും ചോദയുടെയും പോലെയുള്ള ലക്ഷങ്ങളുടെ ഹൃദയത്തിലേക്ക്. പക്ഷെ ഇന്ന് 7 പതിറ്റാണ്ടുകൾക്ക് ശേഷം നമ്മൾ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞ ചില വാചകങ്ങൾ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. ഇന്നത്തെ ബജറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം വല്ലാണ്ട് കടന്ന് വിഷമിക്കുകയാണ്. ആ ബജറ്റിനെ ഒന്ന് ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം പറയുകയാണ്, ആഗോള മുതലാളിത്തമല്ല കേരളത്തിലെ മുതലാളിത്തം. വീണ്ടും ഒന്നുകൂടി അദ്ദേഹം പറയുകയാണ്, കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു സോഷ്യലിസ്റ്റ് സംവിധാനത്തിൽ പ്രവർത്തിക്കണമെന്ന് നമുക്ക് നിർബന്ധിക്കുവാനായിട്ട് കഴിയില്ല. അപ്പോൾ എങ്ങോട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രയാണം എന്ന് വളരെ വ്യക്തമാണ്. മുതലാളീകരണം എന്ന് പറയുന്ന ആ അജണ്ടയിലേക്ക് എല്ലാ കാലഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്ത, സാക്ഷാൽ കാർൽ മാർക്സ് മൂലധനം എന്ന പുസ്തകം തൊട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് സ്വകാര്യ മൂലധനമാണ്. ആ സ്വകാര്യ മൂലധനത്തിന്റെ വഴിയിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രയാണം ചെയ്യുമ്പോൾ പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച ഈ പാവങ്ങൾ, ഈ തൊഴിലാളികൾ, അധ്വാനിക്കുന്നവൻ, അവനൊക്കെ വഴിയാധാരമാവും. അതാണ് നമ്മളെ ഇന്ന് ഈ സപ്ലൈകോയുടെ വിഷയത്തിൽ പോലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അധികം പ്രാധാന്യം ഇന്നലത്തെ ബജറ്റിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നൽകേണ്ടത് എന്തിനു വേണ്ടിയായിരുന്നു? കാരണം നമുക്കറിയാം, സപ്ലൈകോയ്ക്ക് വേണ്ടിയാണ്. കാരണം മറ്റെല്ലാ സ്വപ്നങ്ങളും ഈ നാട്ടിൽ ഉണ്ടാകണമെങ്കിൽ ഈ നാട്ടിലെ പട്ടിണി കിടക്കുന്നവന്റെ വിശപ്പ് മാറണം. വിശപ്പാണല്ലോ ഏറ്റവും വലിയ വിഷയം. മാർക്സ് ഒക്കെ പറയുന്നത് പോലെ എല്ലാ വിപ്ലവങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വിശപ്പാണ്, ദാരിദ്ര്യമാണ്. പക്ഷെ നമുക്കറിയാം, കേരളത്തിലെ ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടി, കേരളത്തിലെ പട്ടിണി ഇല്ലാതാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന സപ്ലൈകോ എന്ന് പറയുന്ന ഒരു സംവിധാനം വളരെ ദയനീയമായ വിധം ഇവിടെ തകർത്ത് കളയുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. കഴിഞ്ഞ ബജറ്റിൽ ഒരു 2000 കോടി രൂപ ഈ സർക്കാർ മാറ്റിവെച്ചു. എന്തിനു വേണ്ടിയെന്നറിയോ? പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി. നമ്മൾ ചോദിക്കണം, ഈ കേരളത്തിലെ ധനകാര്യമന്ത്രിയോട് ചോദിക്കണം, CPM-ന്റെ നേതാക്കന്മാരോട് ചോദിക്കണം, ആ 2000 കോടി രൂപയിൽ എത്ര രൂപ നിങ്ങൾ ചെലവഴിച്ചു? 1 രൂപയെങ്കിലും ഈ പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടി നിങ്ങൾ ചെലവഴിച്ചോ? ഈ 2000 കോടി രൂപയിൽ ഒരു 500 കോടി രൂപയെങ്കിലും ഈ സപ്ലൈകോയ്ക്ക് നിങ്ങൾ നൽകിയിരുന്നെങ്കിൽ ഈ സപ്ലൈകോയ്ക്ക് ഇന്ന് ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നോ? കേരളത്തിൽ 1600ഓളം ഔട്ട്ലെറ്റുകളാണ് സപ്ലൈകോയ്ക്ക് ഉള്ളത്. അതായത് ഒരു
പഞ്ചായത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു സപ്ലൈകോ ഔട്ട്ലെറ്റ് ഇന്നും കേരളത്തിലുണ്ട്. ആ 1600 ഔട്ട്ലെറ്റുകൾക്ക് വേണ്ടി ഈ ബജറ്റിൽ മാറ്റിവെച്ച എത്ര രൂപ? വെറും 10 കോടി രൂപ മാത്രം. സപ്ലൈകോയുടെ ഇന്നത്തെ ബാധ്യത എത്രയാണെന്നറിയാമോ? കണക്കുകൾ പറയുന്ന 5000 കോടിയോളമാണ് സപ്ലൈകോയുടെ ഇപ്പോഴുള്ള സാമ്പത്തിക ബാധ്യത. അതിൽ സബ്സിഡി സാധനങ്ങൾ വിറ്റ വകയിൽ 1462 കോടി, നെൽകർഷകർക്ക് വേണ്ടി നെല്ല് സംഭരിച്ച വകയിൽ 1198 കോടി, റേഷൻ ഔട്ട്ലെറ്റുകളിലേക്ക് സപ്ലൈകോ ഗോഡൌണുകളിൽ നിന്ന് സാധനം നീക്കിയ വകയിൽ കൊടുക്കാനുള്ളത് 247 കോടി, ഈ നാട്ടിൽ അതിഥി തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും കിറ്റ് നൽകിയ വകയിൽ 30 കോടി, സ്കൂൾ ഉച്ചഭക്ഷണത്തിന് സബ്സിഡി നൽകിയ വകയിൽ 146 കോടി, കരാറുകാർക്ക് കൊടുക്കാനുള്ളത് ഒരു 600 കോടി, റേഷൻ കടയിൽ ഉടമകൾക്ക് കൊടുക്കാനുള്ളത് 45 കോടി. ഏകദേശം 5000 കോടിയോളം കുടിശ്ശികയിലാണ്, അല്ലെങ്കിൽ 5000 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയിലാണ് ഇന്ന് സപ്ലൈകോ നിലനിൽക്കുന്നത്. സപ്ലൈകോയിലെ 13 ഇനം അവശ്യ വസ്തുക്കൾ കിട്ടുമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിയും ഒക്കെ പറയുന്നത്. ഇടതുപക്ഷ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ, ഒന്നാം പിണറായി വിജയൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മുഖ്യമന്ത്രി അന്ന് ഫേസ്ബുക്കിൽ കുറിച്ച ഒരു വാചകം ഇപ്പോഴും അവിടെയുണ്ട്. ഇടതുമുന്നണി കേരളം ഭരിക്കുമ്പോൾ ഈ 13 ഇനം സബ്സിഡികൾ ഉള്ള ഉൽപ്പന്നം അവർക്ക് 1 രൂപ പോലും ഞങ്ങൾ കൂട്ടില്ല എന്നെ ഇന്ന് ബഹുമാനപ്പെട്ട ജനൻ ടിവിയിലേക്ക് ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം ഞാൻ ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളിയിലുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റിൽ ഞാനൊന്ന് പോയി. എന്താണ് അവിടുത്തെ അവസ്ഥ എന്നറിയാനായിട്ട്. അവിടെ ചെന്നപ്പോൾ ലിസ്റ്റിൽ 13 ഇനം അവശ്യ വസ്തുക്കളില്ല, 10 ഇനം അവശ്യ വസ്തുക്കളേ ഉള്ളൂ. ആ 10ൽ തന്നെ അവിടെ ലഭ്യമായിരിക്കുന്നത് 2 എണ്ണം മാത്രമേ ഉള്ളൂ. ഒന്ന് മല്ലിയും 2 വെളിച്ചെണ്ണയും. ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടവ. ബാക്കി അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ അവയ്ക്ക് നമ്മൾ ഇരട്ടി വില കൊടുക്കണം. കാരണം എന്താണെന്നറിയുമോ? ഈ നവംബറിലാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി കൊടുക്കുന്ന അവശ്യ വസ്തുക്കളുടെ സബ്സിഡി 50% നിന്നും 20% സർക്കാർ വെട്ടിക്കുറച്ചത്. അപ്പോൾ എന്താ, ഇന്ന് ഈ 1600 സപ്ലൈകോ ഔട്ട്ലെറ്റുകളും അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിലാണ്, അടച്ചുപൂട്ടുന്ന സാഹചര്യമാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, ഈ സപ്ലൈകോയിൽ നിന്ന് ജോലി ചെയ്യുന്ന 90% ജീവനക്കാരും എന്ന് പറയുന്നത് കരാർ തൊഴിലാളികളാണ്. അവരെ എപ്പോൾ വേണമെങ്കിലും, കരാർ ജീവനക്കാരാണ്, ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവരാണ്. അവരെ എപ്പോൾ വേണമെങ്കിലും KSRTCക്ക് ഉണ്ടായതുപോലെ ഒരു ബാധ്യത സപ്ലൈകോ അടച്ചുപൂട്ടിയാൽ സർക്കാരിനുണ്ടാവില്ല. കാരണം കരാർ ജീവനക്കാരെ, ദിവസ തൊഴിലാളികളെ പറഞ്ഞു വിടുവാനായിട്ട് വളരെ എളുപ്പമാണ്. ആ പാവങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ, അവർക്ക് പെൻഷൻ ഇല്ല, ഗ്രാറ്റുവിറ്റി ഇല്ല, മാസശമ്പളമില്ല. ഓരോ ദിവസം കൊടുക്കുന്ന തുച്ഛമായ വേതനം കൊണ്ടാണ് അവരൊക്കെ ജീവിച്ചു പോകുന്നത്. എപ്പോൾ വേണമെങ്കിലും സർക്കാരിന് അവരെ പറഞ്ഞു വിടാം. അപ്പോൾ സർക്കാരിന് ഈ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥതയും ഇല്ല എന്നതാണ് സപ്ലൈകോയ്ക്ക് തുച്ഛമായിട്ടുള്ള വെറും 10 കോടി രൂപ മാത്രം മാറ്റി ഈ ബജറ്റിൽ വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ന് ഭക്ഷ്യമന്ത്രി പ്രതികരിച്ചത്, കാരണം ഭക്ഷ്യമന്ത്രിയുടെ ഈ പ്രതികരണം ആദ്യത്തേതല്ല. നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ ഓണക്കാലം തൊട്ട് നിരവധി തവണ മന്ത്രിസഭാ യോഗങ്ങളിൽ ഈ ഭക്ഷ്യമന്ത്രി ജി അനില് അതിശക്തമായ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ഓണക്കാലത്ത് നമുക്കറിയാം 80 കോടിയോളം രൂപയാണ് സപ്ലൈകോ സർക്കാരോട് ചോദിച്ചെങ്കിൽ സർക്കാർ കൊടുത്തത് എത്ര അറിയോ? വെറും 7 കോടി രൂപ. 10% പോലും കഴിഞ്ഞ ഓണക്കാലത്ത് കൊടുത്തില്ല. അതിന്റെ ഭവിഷ്യത്ത് ആരാ അനുഭവിച്ചത്? ഈ നാട്ടിലെ സാധാരണക്കാര്. മുൻപ് 82 ലക്ഷം ആളുകൾക്ക് കാർഡ് ഹോൾഡേഴ്സിന് ഓണക്കിറ്റ് നൽകിയതെങ്കിൽ ഈ കഴിഞ്ഞ ഓണക്കാലത്ത് ഓണക്കിറ്റ് നൽകുമെന്ന് പറഞ്ഞത് വെറും 6 ലക്ഷം കാർഡ് ഹോൾഡേഴ്സിനാ. അതിൽ പോലും 25% ആളുകൾക്ക് ഓണത്തിന്റെ തലേ ദിവസം പോലും കിറ്റ് കൊടുക്കുവാനായിട്ട് ഈ സർക്കാർ തയ്യാറായില്ല. എന്തിനാണ് സപ്ലൈകോ പോലുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നത് എന്താണെന്നറിയുമോ? നമുക്കെല്ലാം വ്യക്തമായിട്ടറിയാം. പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുക. കാരണം നമുക്കറിയാം, പൊതുവിപണിയിൽ ഒരുപാട് സ്വകാര്യ സംരംഭങ്ങളൊക്കെ വന്ന് നമുക്കറിയാം, ഒരുപാട് തരത്തിലുള്ള പൂഴ്ത്തിവെപ്പ് പോലെ, കരിഞ്ചന്ത പോലെ വിലക്കയറ്റം കൃത്രിമമായി സൃഷ്ടിക്കുന്ന പോലുള്ള സംവിധാനങ്ങളുണ്ട്. അതിന് തടയിട്ടുകൊണ്ട് പാവപ്പെട്ടവന് അവശ്യ വസ്തുക്കൾ മിതമായ നിരക്കിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് സപ്ലൈകോ. ഈ കേരള സംസ്ഥാനത്ത് മറ്റേത് ഡിപ്പാർട്ട്മെന്റുകൾ അടച്ചുപൂട്ടിയാലും, മറ്റേത് വകുപ്പുകൾ അടച്ചുപൂട്ടിയാലും ഒരിക്കലും അടച്ചുപൂട്ടാൻ കഴിയാത്തത്, താഴെ വീഴാൻ പാടില്ലാത്തത്. കാരണം ഇപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, സപ്ലൈകോ അടച്ചുപൂട്ടുമ്പോൾ സർക്കാരിന് മറ്റൊരു ലാഭം കൂടിയുണ്ട്. ഈ പാവപ്പെട്ട ജനത്തിന് ക്ഷേമ പെൻഷൻ കൊടുത്താലല്ലേ അവൻ ഈ സപ്ലൈകോയിൽ പോകുള്ളൂ. സർക്കാരിന് ഇതിൻ്റെ അകത്തുള്ള ആ ഒരു ബുദ്ധിയും കൂടെ, വക്രബുദ്ധിയോടെ നമ്മൾ മനസ്സിലാക്കണം. ജനത്തിന് കാശ് കൊടുക്കുന്നില്ല, പാവപ്പെട്ടവന്റെ പോക്കറ്റിൽ കാശ് കൊടുക്കുന്നില്ല, എന്നാലല്ലേ ഈ കാശുണ്ടല്ലേ
ഈ പാവങ്ങൾ പോയി ഈ സപ്ലൈകോയിൽ പോയി സാധനം മേടിക്കുള്ളൂ? അവന് അല്ലെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ആ ഈയിടെ നമ്മുടെ ജോസഫ് എന്ന് പറയുന്ന ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? കഴിഞ്ഞ 6 മാസം നാട്ടിലെ മുഴുവൻ പലചരക്ക് കടകളിലും ആ സഹോദരൻ, ആ സുഹൃത്ത് പറ്റാണ്. വലിയ ഭീകരമായ രീതിയിൽ അദ്ദേഹത്തിന്റെ പറ്റ് ആ കടകളിൽ പെരുകി വന്നപ്പോൾ എന്ത് ചെയ്തു? കാരണം ഒരു മാർഗവുമില്ല, പെൻഷൻ കിട്ടുന്നില്ല. പെൻഷൻ കിട്ടിയാലും പ്രയോജനമില്ല, സപ്ലൈകോയിൽ സാധനം മേടിക്കാനില്ല. ആ സമയത്ത് ഈ ഓപ്പൺ മാർക്കറ്റിൽ പോയി സാധനം മേടിച്ചു. അവസാനം ഈ പറയുന്ന തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ എന്ത് ചെയ്തു? ആ സഹോദരൻ ജോസഫ് എന്ന് പറയുന്ന ചക്കട്ടപ്പാറയിലെ ആ ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തു. അപ്പോൾ കേരളം എങ്ങോട്ടാണ് പോകുന്നത്? ഇവര് പറയുന്ന കേരള ബദൽ എങ്ങോട്ടാണ് പോകുന്നത്? ഈ 60 ലക്ഷത്തോളം വരുന്ന ഈ പാവങ്ങളെ, അർത്ഥപട്ടണിക്കാരെ, മുഴുപട്ടണിക്കാരെ ഒക്കെ ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളിവിട്ടുകൊണ്ടു പോകുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കേരളത്തില് അവര് പോകുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. കമ്മ്യൂണിസം കൂടുതൽ ചർച്ച ചെയ്തു. കമ്മ്യൂണിസം ഊർധൻ വലിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, പ്രൊഫസർ റോണി, മണിമലയിൽ നിന്ന് അമ്പിളി എന്നൊരു വീട്ടമ്മ പ്രതികരിക്കുന്നു. അമ്പിളി പറയാം. ഹലോ, യെസ്, പറഞ്ഞോളൂ. നമ്മുടെ കേന്ദ്രത്തിന്റെ ബഡ്ജറ്റ് വന്നിട്ട് അതിനകത്ത് എല്ലാ വിഷയങ്ങളും നല്ല രീതിയിലാണ് എല്ലാം സംസാരിച്ചത്. പക്ഷെ ഒരു മന്ത്രിമാർക്കും അതിനെപ്പറ്റിയുള്ള യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലായിരുന്നു. പക്ഷെ കേരളത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ മന്ത്രിമാർക്ക് പോലും ഒന്നും കിട്ടുന്നില്ല എന്നുള്ള, ഓരോ വകുപ്പിനും ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ആവലാതികളാണ്. അപ്പൊ പിന്നെ സാധാരണപ്പെട്ട ജനങ്ങൾ എന്ത് പറയാനാ? പിന്നെ എത്രയാണെന്ന് പറഞ്ഞാലും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ പഠിക്കുകയില്ല. അരിയില്ല, സാധനമില്ല, എന്ത് പറഞ്ഞാലും വീണ്ടും വീണ്ടും ആ മന്ത്രിസഭയ്ക്ക് വേണ്ടിയിട്ട് തന്നെ വീണ്ടും വോട്ട് ചെയ്യും. ഓക്കെ, അമ്പിളി പ്രതികരിച്ചതിന്